ഞാൻ ഡോക്ടർ ജീൻ CP, ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, ശങ്കേഴ്സ് ഹോസ്പിറ്റൽ. എന്താണ് കൊറോണറി ആൻജിയോഗ്രാം? എന്താണ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി? കൊറോണറി ആൻജിയോഗ്രാം ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലുകളിലെ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റിനെയാണ് കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. ഹാർട്ടിൽ 3 മെയിൻ രക്തക്കുഴലുകളാണുള്ളത്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. ലെഫ്റ്റ് സൈഡിലത്തെ ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറി, അതായത് ഒരു വലിയ രക്തക്കുഴൽ, അയോട്ടയിൽ നിന്ന് വരുന്ന രക്തക്കുഴൽ രണ്ടായിട്ട് വിഭജിക്കുന്നു. ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് കൊറോണറി ആർട്ടറിയും ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് കൊറോണറി ആർട്ടറി. പിന്നെ അത് ബ്രാഞ്ചസ് വരുന്നുണ്ട്. അപ്പം മെയിനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ നമ്മളിപ്പം വെയിനിൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാനില ഇടും. അതുമാതിരി രക്തക്കുഴലിൽ ഒരു പഞ്ചർ ചെയ്ത് ആ പഞ്ചറിൽ കൂടെ ചെറിയൊരു വയറ് കടത്തി അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഷീത്ത്, കൊറോണറി ഷീത്ത് എന്ന് പറയും, റേഡിയൽ ഷീത്ത് എന്ന് പറയും, അത് കടത്തിയിട്ട് ആ കൊറോണറി ഷീത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വയറ് കടത്തി നമ്മളൊരു കുഴൽ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കൊണ്ടുവന്ന് ഈ ആർട്ടറിയുടെ ഉള്ളിൽ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കും, എൻഗേജ് ചെയ്ത് വയ്ക്കും. അത് കഴിഞ്ഞ് കോൺട്രാസ്റ്റ്, അതായത് നമ്മൾ ഈ അയണൈസിങ് റേഡിയേഷൻ കൊടുക്കുമ്പോൾ അത് കാണണമെങ്കിൽ കോൺട്രാസ്റ്റ് വേണം. ആ കോൺട്രാസ്റ്റ് ഡൈ ഉപയോഗിച്ച് നമ്മൾ ഈ കൊറോണറി ആർട്ടറിയിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇത് നോക്കുന്നു. പല ആംഗിളിൽ നോക്കി അതിൽ എവിടെയാണ് ഏത് വെസലിലാണ് ബ്ലോക്കെന്നും അത് എത്രത്തോളം ഉണ്ടെന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അത് പല ആംഗിളിൽ കൂടെ നോക്കിയാൽ മാത്രമേ നമ്മളൊരു 3 ഡയമെൻഷണൽ വ്യൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഒരു 4-5 ഷോട്ടുകളോ കാര്യങ്ങളോ ഒരു വെസലിനെ പറ്റി കാണാൻ ആവശ്യം വരും. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിലെ ബ്ലോക്ക് എത്രയാണെന്നും എവിടെയാണെന്നും ട്രീറ്റ്മെൻറ്റ് എന്ത് വേണമെന്നും ഒക്കെ നിശ്ചയിക്കുന്നത് ഈ കൊറോണറി ആൻജിയോഗ്രാം വഴിയാണ്. ചില പേഷ്യൻസിന് ഈ കൊറോണറി ആൻജിയോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബ്ലോക്കിൻ്റെ അളവിൽ ഈ പേഷ്യൻ്റെ ബ്ലോക്ക് മാറ്റണോ അതോ അത് മരുന്നമ്മ മതിയോ എന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് OCT അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോഴത്തെ IVS സ്റ്റഡിയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഇതും അതിന് എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ നമുക്കിപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ 100% ഫങ്ഷണൽ ഇമ്പോർട്ടൻസ്, ബ്ലോക്കിൻ്റെ ഫങ്ഷണൽ ഇമ്പോർട്ടൻസ് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. നമ്മളവിടെ ഒരു 70-75% ബ്ലോക്ക് തോന്നുന്നുള്ളൂ, അല്ലെങ്കിൽ 70% ബ്ലോക്ക് തോന്നുന്നുള്ളൂ. പക്ഷേ നമുക്ക് ചിലപ്പോൾ ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ്, ബ്ലഡ് ഫ്ലോയുടെ ആവശ്യകത, ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ് ഉണ്ടായിരിക്കാം. അത് നമുക്ക് മനസ്സിലാക്കാനാണ് ഈ ടെസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ ഉള്ളത്. അപ്പം അതാണ് നമുക്ക് കൊറോണറി ആൻജിയോഗ്രാമിനെ പറ്റി പറയാനുള്ളത്. ഇനി എന്താണ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി? ഇപ്പോൾ നമ്മൾ ഈ കൊറോണറി ആൻജിയോഗ്രാം ചെയ്തതുപോലെ തന്നെ വേറെ കുറച്ചും കൂടിയും വലിപ്പമുള്ള ഗൈഡിങ് കത്തീറ്റർ എന്ന് പറഞ്ഞ ഒരു കുഴൽ ഉപയോഗിച്ച് ലെഫ്റ്റിനാണെങ്കിൽ അതിന് പ്രത്യേകതയായിട്ടുള്ള കുഴലുകളുണ്ട്, റൈറ്റിനാണെങ്കിൽ അതിന് പറ്റിയ കുഴലുകളുണ്ട്. അത് നേരെ കൊണ്ടുവന്ന് അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറിയുടെ അവിടെ അത് വന്ന് നിൽക്കും. റൈറ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡിൽ വന്ന് നിൽക്കും. അതിന് പറ്റിയ കത്തീറ്റേഴ്സും കാര്യങ്ങളുമൊക്കെ അവൈലബിൾ ആണ്. അപ്പം എവിടെയാണോ ബ്ലോക്ക്, ലെഫ്റ്റ് സൈഡിലാണ് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ ആ ബ്ലോക്ക് കടന്ന് ആ വയറ് ഒരെണ്ണം വെച്ചിട്ടാണ് വളരെ മാർദ്ദവമുള്ള രക്തക്കുഴലിൽ കൂടെ ഈ വയറ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിവ് പറ്റാത്ത തരത്തിലുള്ള വളരെ സോഫ്റ്റായിട്ടുള്ള വയറ് ഉള്ളിൽ കൂടെ കടത്തി അതിൻ്റെ മുകളിൽ കൂടെ ഒരു ബലൂൺ, തുറക്കാത്ത ഒരു ബലൂൺ കൂടെ കൊണ്ടുപോയി ഒരു കോൺട്രാസ്റ്റ് ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് പ്രഷർ കൂട്ടി നോർമലി ഒരു 10 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ
ഈ കാൽസ്യത്തിനെ അല്ലെങ്കിൽ ആ ബ്ലോക്കിനെ നമ്മൾ ചെറുതാക്കാനും അതിൻ്റെ അടവ് അതിൻ്റെ വിസ്തൃതി, അതായത് ആ കൊറോണറി ആർട്ടറിയുടെ ഒരു ഡയാമീറ്റർ പഴയതുപോലെ ആക്കാനുമാണ് ശ്രമിക്കുന്നത്. അത് ചെയ്തതിന് ശേഷം സാധാരണ ചെയ്യുന്നതാണ് നമ്മൾ പിന്നെ സ്റ്റെൻറ്റ് കൊണ്ടുപോയി അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഒരു മറ്റേ കോയിൽഡ് റിങ് ഒക്കെ കാണൂലേ, ഒരു റിങ് നമ്മളെ അതുപോലെയുള്ള ഒരു രീതിയിൽ അത് ആ റിങ്ങായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബലൂൺ തുറക്കുന്നതോടുകൂടി ഈ സ്റ്റെൻറ്റ് അത് വലുതായി അത് കൊളാപ്സുകളാവില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ആർട്ടറിയിൽ കുറച്ചൊരു അടയാനുള്ളൊരു സാധ്യത വന്നാലും ഈ സ്റ്റെൻറ്റ് അതിനെ പിടിച്ചു നിർത്തും. അപ്പോൾ അതിനെയാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഈ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി തന്നെ പല വിധത്തിലുണ്ട്, അതായത് പലതരം, അതായത് നോർമൽ ആൻജിയോപ്ലാസ്റ്റി, അതായത് ഒരു ചെറിയൊരു ബ്ലോക്ക് കാര്യങ്ങൾ. പക്ഷേ ഈ പലപ്പോഴും ഈ ജംഗ്ഷനിലായിരിക്കും ഈ ബ്ലോക്കുകൾ. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ബൈഫർക്കേഷൻ ആൻജിയോപ്ലാസ്റ്റി, പിന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കേസസിന് നമ്മൾ ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റിയാണ് ചിപ്പ് ആൻജിയോപ്ലാസ്റ്റി. അപ്പോൾ അങ്ങനെ അത് സെയിം കാര്യങ്ങൾ തന്നെയാണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അഡ്വാൻസസ്. പിന്നെ നമുക്ക് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പെട്ടെന്ന് ഇത് ബ്ലോക്ക് മാറ്റാൻ പറ്റുന്ന പലതും ഉണ്ട് നമ്മളൊരു സമയത്തിനുള്ളിൽ വരികയാണെങ്കിൽ. പക്ഷേ ഒരു 3 മാസമോ 6 മാസമോ മുമ്പ് വന്ന ബ്ലോക്ക് അത് നമ്മൾ കംപ്ലീറ്റ് അടഞ്ഞിരിക്കുകയാണെങ്കിൽ അത് പലപ്പോഴും നമ്മളൊരു വയറ് കടത്താനോ കാര്യങ്ങളോ ഒന്നും വളരെ ബുദ്ധിമുട്ടാണ്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുത്തി തുറക്കാൻ അതിൻ്റേതായിട്ടുള്ള വയറുകൾ, നല്ല കട്ടിയുള്ള വയറുകൾ നമ്മൾ ആ കട്ടിയായിട്ടുള്ള കാൽസ്യം നിറഞ്ഞ ബ്ലോക്കുകളിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ വയറുകളും അതിനെ സഹായിക്കാനുള്ള ഉപകരണങ്ങളും ഇപ്പോൾ എല്ലായിടത്തും ലഭ്യമാണ്. അപ്പം പലപ്പോഴും ഈ 3 മാസത്തിനേക്കാളധികം കൂടുതലായിട്ടുള്ള വലിയ ബ്ലോക്കുകൾ തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ബൈപ്പാസ് സർജറി മാത്രമേ പറ്റത്തുള്ളൂ, എന്നാലേ പേഷ്യൻ്റ് ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പം CTO തുറക്കാനുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഉള്ള ആശുപത്രിയിൽ നമുക്ക് ഈ ബ്ലോക്ക് തുറക്കാനും അത് തുറന്ന് സ്റ്റെൻറ്റ് ഇടാനും സൗകര്യമുണ്ട്. അത് കൊറോണറി ഇത് വളരെ അഡ്വാൻസ് ആയിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇപ്പം ഒരു 10-20 കൊല്ലം മുമ്പ് ഇത് ആൻജിയോഗ്രാം തുടങ്ങുമ്പോൾ കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ കോംപ്ലിക്കേഷൻസ്, നമ്മൾ കുത്തുന്നോടത്ത് രക്തം പൊടിയുക, ഹെമറ്റോമി ഉണ്ടാവുക, AV ഫിസ്റ്റുല ഉണ്ടാവുക, അവർ വെയിനായിട്ട് കൂടിച്ചേരുക, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഫിമറൽ ആർട്ടറിയിലാണ് മുമ്പ് ഏറ്റവും കൂടുതൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരുന്നത്, കാലിലത്തെ രക്തക്കുഴലിലൂടെ. ഇപ്പോൾ 90% കയ്യിലത്തെ ഞരമ്പിൽ കൂടിയാണ് ചെയ്യുന്നത്. കാരണം മുമ്പത്തേനേക്കാളും വളരെ സോഫ്റ്റായിട്ടുള്ളതും തിരിക്കാൻ പറ്റുന്നതുമായ അഡ്വാൻസ്മെൻറ്റ്സ് ഈ കത്തീറ്ററുകളും ഗൈഡിങ് കത്തീറ്ററിലും ഡയഗ്നോസ്റ്റിക് കത്തീറ്ററുകളിലും ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ ബ്ലോക്കുകൾ സക്സസ്ഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്.